ചേമന. പടത്തിൻ്റെ പേര് ബേബി ഗേൾ. സ്റ്റാറിങ് നിവിൻ പോളി, മോഹൻ ജോസ്, സംഗീത പ്രതാപ്, അതിഥി രവി, ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അഭിമന്യു ഷമിത്തിനകൻ, ശ്രീജിത്ത് രവി, സതീഷ് നിഷാസാൻ, അറുപതി അയ്യപ്പദാസ് എന്നിവരാണ്. പിന്നെ പറയാൻ മറന്നു അഡ്വർടൈസിന് ഇമ്മേലി പേര് മറന്നു ഗൈസ്. ഓർമ്മയുണ്ട് ആളാണ് മറന്നു. സോറി ഗൈസ്. ശാന്തികൃഷ്ണനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മൂവി ഡയറക്ടഡ് ബൈ അരുൺ വർമ്മ, എഡിറ്റഡ് ബൈ ഷിംജിത്ത് കുമാരൻ. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ ഫൈസ് സിദ്ദിഖ്. ആൻഡ് പിന്നെ മ്യൂസിക് ആൻഡ് BGM ബൈ സാം സിയസ്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പല. കോസ്റ്റ്യൂം ഡിസൈനിങ് മെൽ വിജയ്. ഇത്രയാണ് എനിക്ക് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് അറിയാവുന്ന കാര്യങ്ങൾ. ഇനി പടം കൊണ്ട് ചോദിച്ചാൽ ഫയർ മോനെ. ദിസ് ഈസ് ഫസ്റ്റ് ഫയർ മൂവി ആൻഡ് ഈ വർഷം കാണേണ്ടതല്ല ചെയ്യും. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് മീൻസ് ഈ വർഷം ഇപ്പോൾ ഒരു മാസം പോലും കണ്ടിട്ടില്ല ആരായാലും. ബട്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ വർഷം കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഇതാണ്. അത് കഴിഞ്ഞാൽ പരാശക്തി, അത് കഴിഞ്ഞ് പ്രതാപിച്ച. പിന്നെ ഈ വർഷം നിവിൻ പോളി തൂക്കും തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്. എന്തായാലും സിനിമയ്ക്ക് 15 കോടി ബഡ്ജറ്റേ ഉള്ളൂ എന്നാണ് കേട്ടത്. എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ അവർ പുറത്തോട്ടായിട്ട് അറിഞ്ഞിട്ടില്ല. എന്തായാലും പുറത്തോട്ട് നല്ല കളക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഹൈലി നെഗറ്റീവ് എന്തിട്ടുണ്ട് ചോദിച്ചാൽ നോ നെഗറ്റീവ്സ്, ഓൾ ദ പോസിറ്റീവ്സ്. ഫസ്റ്റ് ഹൈലി പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ നിവിൻ പോളി ആൻഡ് സംഗീത്, ലിജോമോൾ. ആൻഡ് ഈ സിനിമയിൽ 2 കൊച്ചുങ്ങളുണ്ട്. രണ്ടുപേരും അത്യാവശ്യം അവരുടെ പേര് എനിക്ക് അറിയണ്ട, എന്നാലും ഡൺ വെൽ. പിന്നെ ഒരു ഡെയിലി പോസ്റ്റ് മ്യൂസിക് ആൻഡ് BGM കത്തിച്ചിട്ടുണ്ട് സൺസൈസ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് അതൊരു ഡെയിലി പോസിറ്റീവാണ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് സ്റ്റോറി സ്ക്രീൻ പ്ലേ അവൻ പറയാൻ പറഞ്ഞത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് സഞ്ജയ് ഗ്രൂപ്പാണ്, സഞ്ജയ് ടീംസാണ്. അവർ അത്യാവശ്യം നല്ലൊരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹൈലി പോസിറ്റീവ്സ്. ബാക്കി എല്ലാം പോസിറ്റീവ്സാണ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും മീൻസ് ഇതിൻ്റെ പറയാം മീൻസ് പറയാൻ പറഞ്ഞു. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിസ്റ്റർ സ്റ്റീഫനാണ്. അങ്ങനെ നല്ലൊരു വർക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ തോന്നിയത് എന്തോ ഭാഗ്യം ഞാൻ പറയുന്നു. ആൻഡ് ഈ സിനിമയിലൂടെ മീൻസ് സർവന്മാരോട് മീൻസ് ഒരു കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് രാമചന്ദ്ര ബോസിലൂടെ ഒരു കംബാക്ക് കിട്ടിയതാണ് ഈ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രാമചന്ദ്ര ബോസിലൂടെ എനിക്ക് അങ്ങേർക്ക് ഒരു പുതിയൊരു നിവിൻ പോളി കിട്ടിയാണ് കാര്യം ആ സിനിമയിൽ തോന്നിയിരുന്നത്. അതിലാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിൽ ഫസ്റ്റ് ഹാഫിൽ പഴയതും സെക്കൻഡ് ഹാഫിൽ പുതിയൊരു പൊടിയായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. സെക്കൻഡ് ഫുള്ള് പഴയ നിവിനെയായിരുന്നു. മീൻസ് നമ്മളിപ്പോൾ ഒരു പ്രേമം, ലവ് ആക്ഷൻ ഡ്രാമ, തൊട്ടത് മലയത്ത്, മലർവാടി ആർട്സ് ക്ലബ്ബ്, രേഖിലൊരാൾ, പിന്നെ ജേക്കബിൻ സ്വർഗരാജ്യം, രണ്ടുപേരുടെ
ഒരു ഇടവേള. പിന്നെ ഇവിടെ ഒരു ഞാൻ തിയേറ്ററിൽ പോയി കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടപ്പെട്ടത്. അല്ലാത്ത പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും. ഒരു ആവറേജ് ആയിട്ടേക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. ബട്ട് എൻ്റെ ഭാഗ്യമാണ് ആ സിനിമ ഞാൻ ടി വിയിലുണ്ട്. ആൻഡ് ഇറ്റ്സ് അണ്ടർറേറ്റഡ് ഫിലിം. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വാച്ച് ചെയ്യുക. അതിൽ പൊളിയാണ്. നായകൻ ചോദിച്ചാൽ ഈസ് ദ സെക്കൻഡ് ഹീറോ. ഫസ്റ്റ് ഹീറോ ഇസ് രാജുവേട്ടൻ. സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. പിന്നെ ഈ സിനിമയിൽ ഒരു പുതിയൊരു നിവിൻ പോളി ഞാൻ കിട്ടിയിട്ടുണ്ട്. മീൻസ് പുതിയൊരു നിവിൻ ഇപ്പം രാമചന്ദ്ര ബോസൻ, സെവൻസ്, പിന്നെ ഇതായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ, മഹാവീര്, പടവെട്ട്, ഇതിലൊക്കെ കണ്ട ഒരു പുതിയൊരു നിവിൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ മാതിരി ഒരു പുതിയ നിവിൻ കാണാൻ സാധിച്ചു. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഹാപ്പിയാണ്. പിന്നെ എനിക്ക് നിവിൻ പോളിന് ഇഷ്ടമില്ലാത്ത സിനിമകളുണ്ട്. ഇപ്പോൾ മൂത്തോൻ എനിക്ക് ഒട്ടും വർക്കായിട്ടുണ്ടായിരുന്നില്ല. സാറ്റർഡേ നൈറ്റ് ഒട്ടും വർക്കായിട്ടുണ്ടായിരുന്നില്ല. തുറമുഖം ഒട്ടും വർക്കായിട്ടുണ്ടായില്ല. പിന്നെ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ പേര് മറന്നുപോയി, സോറി. ഓർത്തിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ നേരെ നടന്നാൽ ഞാൻ കണ്ടിട്ടൊരു മീഡിയോക്കർ നിവിനായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു പുതിയ നിവിൻ എന്നും പറയാനും പറ്റില്ല, ഒരു പഴയ നിവിൻ എന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലായിട്ടുള്ളൊരു നിവിനായിരുന്നു. അത് രണ്ട് സിനിമയിലും കണ്ടിട്ടുള്ളത് ഞാൻ. അതുകൊണ്ടാണ് അത്. ബട്ട് എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. എന്തെങ്കിലോട്ട് സിനിമ ഞാൻ കണ്ട് 3 മണിക്ക് സിനിമത്ത് പോയിട്ടായിരുന്നു. എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ഒരു 9 മണിയായപ്പോൾ വീട്ടിലേക്കായിരുന്നു. ബട്ട് ഒന്ന് ഉറങ്ങി പോകേണ്ടതായിരുന്നു. ബട്ട് ഇത് ചെയ്തിട്ട് റിവ്യൂ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ വേറെ കാര്യം, ചില റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ മക്കളുടെ വിഗും കോസ്റ്റ്യൂമും അങ്ങനെ ക്യാമറയാണ് വരുന്നത്. എന്നാലും പോലും അത് രണ്ടും മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നി. സിനിമ വളരെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അത് രണ്ടും എടുത്ത് മര്യാദയ്ക്ക് വെക്കാമായിരുന്നു. ഫീൽ ചെയ്തതല്ല കുഴപ്പമൊന്നും ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആ സിനിമയ്ക്ക് ഞാൻ 2 വർഷം ഉള്ളതുകൊണ്ടാണ് ആ സിനിമ പിന്നെ 9/10 ആണ് കൊടുത്തിരിക്കുന്നത് DBയിൽ. ഇതിനാണെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് 10/10 ആയിരിക്കും. ബിക്കോസ് ഞാൻ നെഗറ്റീവ്സിൻ്റെ മൂവി. പിന്നെ ഈ സിനിമേനെ ഞാൻ വേറൊരു പേരും കൂടി, ബേബി ഗേൾ ഇടുന്നല്ല. ഇപ്പോൾ ഈ സിനിമയ്ക്ക് പേരല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഇട്ടാണ് ട്രാഫിക് 2 എന്നാണ്. കാരണം അതേമാതിരി സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കണിൽ ഓൾ എന്ന് പറയാൻ ആവശ്യമുണ്ടെന്ന് മറ്റു വായിക്കുക. ബൈ ബൈ. ഡെൽറ്റ